എൻ്റെ പേര് എഴുത്താരാന്നാണ്. ആദ്യമായിട്ടൊരു കല്യാണം കഴിച്ചാണ്. ആ കല്യാണത്തിന് എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ധനുഷ്കോടിയെ അവൻ വന്നതുമില്ല, 1000 രൂപയുടെ ഒരു കവർ പോലും തന്നില്ല. എന്നിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഇറക്കണമെങ്കിൽ 10 കോടി രൂപ അവന് കൊടുക്കണമെന്ന്. വലിയ മര്യാദയുള്ള കാര്യമല്ലാണ്. സാധാരണ നാട്ടിൽ ഏത് കല്യാണത്തിനാണ് വീഡിയോയും ഈ പറയുന്ന ഫോട്ടോയൊക്കെ കിട്ടുന്നത്? ഞാനത് കൊണ്ടിട്ടെ നൈറ്റ് ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ അങ്ങോട്ട് ഏൽപ്പിച്ച് അവർ കുറച്ച് ചില്ലറയൊക്കെ തന്നു. ആ കമ്പനീനെ പറ്റിച്ച് കുറച്ച് കാശ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ധനുഷ്കോടി കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നത്. 10 കോടി രൂപയ്ക്ക് എന്തൊരു കഷ്ടമാണ്. എൻ്റെ കല്യാണമല്ലേ, ഈ കല്യാണക്കാരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഇത് പൊട്ടയായിട്ടെടുക്കുമെന്ന് കരുതിയിട്ട് ഞാനതിനൊരു സംവിധായകനെ വെച്ച് വധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നായർ. എന്തൊരു നായരാണ് ആ വധം! വാസുദേവ നായർ. അവൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേയൊക്കെ എടുക്കും. എന്നിട്ട് അവസാനം നമുക്ക് കാണുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ന് കരുതിയിട്ട് മനസ്സുകൊണ്ട് പറയണ പോലെ ഓരോന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. അപ്പം ഞാൻ കരുതി എൻ്റെ കല്യാണമല്ലേ, ആർക്കെങ്കിലും ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്ന് കരുതി കാര്യം 3-4 നേരത്തെ നടക്കാൻ നോക്കിയതാണ്, ഒക്കെ പാളിപ്പോയി. അപ്പോൾ ഞാൻ കരുതി എന്താണ് ഇവന്ന് നന്നായിട്ട് ചെയ്തു തരുമെന്നൊക്കെ വിചാരിച്ച് അവനെ വെക്കുകയും ചെയ്തു. എൻ്റെ പൊന്നുപിള്ളേ, ഒന്നും പറയണ്ട. അതും നടന്നില്ല, ഇതും നടന്നില്ല. കേസും കോടതിയും കൊല്ലാപ്പൊക്കെ ആയിട്ട് മൊത്തം നാറി നനഞ്ഞി. അങ്ങനെ നാറി നനഞ്ഞിരുന്നിട്ട് ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, കെട്ടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കേസും കൊല്ലാപ്പൊക്കെ ആയിട്ട് നടന്ന് ഇപ്പം അവനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരിപാടി ഇട്ടിട്ടുണ്ട്. ആ പരിപാടിയിൽ ഇപ്പം തകർക്കണേണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? അവനെനിക്കിട്ട് പണിതാണ് എൻ്റെ പ്രണയം നടക്കണ സമയം. അപ്പോൾ റൗഡി എന്ന് പറഞ്ഞിട്ടൊരു പടത്തിലാണ് ഞാൻ എൻ്റെ കാമുകനെ കാണുന്നത്, ഈ കല്യാണം കഴിച്ച കാമുകനെ കാണുന്നത്. ആ പടം നിർമ്മിച്ചത് ഈ കൂട്ടുകാരനായ ധനുഷ്കോടിയാണെന്ന്. അപ്പോൾ ധനുഷ്കോടി ആ പടത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ജാട കാണിച്ച്. നടിയല്ലേ, ആരാണേലും കാണിച്ചു പോകൂല. 4-5 കാരവൺ വേണമെന്നും 10-15 ബോഡി ഗാർഡ് വേണമെന്നും പിന്നെ ലിഫ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ബോക്സ് വേണമെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ കുറേ അങ്ങോട്ടിട്ട് കിളുത്തി അവനെ ഒരിടങ്ങേറാക്കി. അതെനിക്കറിയാവാ അതിൻ്റെ സംവിധായകനെ ഞാൻ പ്രണയിക്കുമെന്ന്. അങ്ങനെ പ്രണയിച്ച് അവസാനം കല്യാണത്തിന് അത് തന്നെ വരയായിട്ട് വന്നിപ്പം. ഇനിയിപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാനായിട്ട് ഇറക്കിയില്ലെങ്കിൽ നൈറ്റ് ഫ്ലെക്സ് എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളേ പടപ്പെട്ടിരിക്കണേ. ഇനിയിപ്പോൾ അവൻ എന്നാ പറയണേന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്താണേലും ഞാൻ അവനെതിരെ ഒരു പോസ്റ്റ് ഇടാൻ പോണേ. തങ്കമ്മേ, നിന്നെത്താൻ പേടി വന്നതല്ലേ ഞാൻ, ഓടി ഓടി വൈരാഗ്യം കാട്ടാതെ കേസ് പിൻവലിക്കണേ. വേഗം വേഗം രാക്ഷസൻ പോലെ ആവല്ലേ, രാക്ഷസി ഞാനും ആവില്ല. നമ്മക്ക് ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാം. കല്യാണ വീഡിയോ നശിപ്പിക്കല്ലേ ധനുഷ്കോടി. ഈ വൈരാഗ്യം മനസ്സിൽ പോലും വെച്ച് പൊറപ്പിക്കല്ലേ.